മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണെങ്കിൽ മാസപ്പടി കേസാണ്. നാളെയാണ് നിർണായക ചോദ്യം. അതെ, നാളെയാണ് നിർണായക ചോദ്യം ചെയ്യലൊപ്പം കടൽ കടക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. അതായത് വിദേശത്തേക്കും ഇനി അന്വേഷണം വ്യാപിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തയ്യാറാണ്. ഇനി ബാങ്ക് അക്കൗണ്ടിലേക്ക് പരിശോധന. പ്രത്യേകിച്ച് ഈ 2.78 കോടി അത് വീട് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു, എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കൃത്യമായ രേഖകൾ അതെല്ലാം ഇഡി കൊണ്ടുപോകല്ലേ? അതെ, തീർച്ചയായും കണ്ടുകെട്ടും. സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു നടപടി കൂടി സ്വീകരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ജിജീഷ് കരുണാകരൻ അവിടെ തയ്യാറായിട്ടുണ്ട്. മാസപ്പടി കേസിൽ CMRLന്റെയും എക്സാലോജിക്കിന്റെയും UAയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അക്കൗണ്ടുകൾ പരിശോധിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഡൽഹിയിലെ UAE എംബസിയുടെയും സഹായം തേടി. ചോദ്യം ചെയ്യലിന് നാളെ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് വീണയ്ക്ക് സമൻസ് നൽകിയിരിക്കുന്നത്. ജിജീഷ് ഉണ്ട്. ജിജീഷ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇനി നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളാണ് നമുക്കല്ല, വീണയ്ക്കും CPMനും. അപ്പോൾ ഇനി കടൽ കടന്നുകൂടി ED അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയിരിക്കുന്നു. ഏതൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കാണ് അന്വേഷണം നീളുക? ഒപ്പം വീണയ്ക്ക് നാളെ നിർണായക ചോദ്യം ചെയ്യലാണല്ലോ, ചോദ്യാവലിയൊക്കെ തയ്യാറായി. എന്തൊക്കെ കാര്യങ്ങളാകും ED വീണയിൽ നിന്നും ചോദിച്ചറിയാനുള്ള സാധ്യത? ഗുഡ് മോർണിംഗ് ശരി, ഗുഡ് മോർണിംഗ് രാഗി. ഇക്കാര്യത്തിൽ കടൽ കടക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ അന്വേഷണം നീളുന്നു. ഇവിടെയുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ വിദേശ അക്കൗണ്ടുകളിൽ വലിയ തോതിൽ ഇവരെല്ലാം പണം നിക്ഷേപിച്ചു എന്നതിൻ്റെ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. നേരത്തെ SFIO അന്വേഷണം നടത്തിയപ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് UAE എംബസി വഴി, ഇന്ത്യയിലെ UN എംബസി വഴിയുള്ള നീക്കങ്ങളിലേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. പ്രധാനമായും ഈ അന്വേഷണമെല്ലാം നടക്കുന്നത് UAE കേന്ദ്രീകരിച്ചാണ്. കാരണം 2 കമ്പനികൾക്കും അവിടെ കൃത്യമായി തന്നെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് എക്സാലോജിക്കിനാണെങ്കിലും ഒപ്പം തന്നെ CMRLാണെങ്കിലും. CMRL വലിയ ബിസിനസ് ബന്ധങ്ങൾ UAEയിൽ ഉണ്ടായിരുന്നു. നിരവധി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കമ്പനിയിൽ പണം മുടക്കിയ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം SFIOയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളാണ്. എന്നാൽ ഈ അക്കൗണ്ടുകളിൽ പണം, നിക്ഷേപങ്ങൾ, വിദേശ നിക്ഷേപങ്ങൾ എന്നിവ സംബന്ധിച്ചൊന്നും തന്നെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാൻ SFIO സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അന്വേഷണം നീളുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വിദേശ അക്കൗണ്ടുകളാണ്. അവിടെ എവിടെയെല്ലാമാണ് നിക്ഷേപങ്ങൾ ഉള്ളത്, ഏതെല്ലാം അക്കൗണ്ടുകളിലൂടെയാണ് പണമുള്ളത്, മറ്റ് ബിസിനസ് പങ്കാളികൾ ആരാണ്, ഇതിൻ്റെ എല്ലാം പണം പറ്റിയവരോ പണം നിക്ഷേപിച്ചവരോ ആയിട്ടുള്ള ആളുകൾ ഈ കമ്പനിയിൽ, ഇതിൻ്റെ ഇടപാടുകളിലെല്ലാം തന്നെ ആരെല്ലാമാണ് എന്നതെല്ലാം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീളുന്നത്. അതുകൂടി പുറത്തു വരുന്നതോടെ കൃത്യമായി തന്നെ എന്താണ് ഈ ഒരു സാമ്പത്തിക ഇടപാടുകളുടെ ലക്ഷ്യം, CMRLും എക്സാലോജിക്കും അവിടെയും സാമ്പത്തിക ഇടപാടുകളോ ഏതെങ്കിലും തരത്തിൽ വ്യവസായ പങ്കാളിത്തമോ നടത്തിയോ എന്നെല്ലാം കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അത്തരത്തിൽ തന്നെയാണ് ഇതുവരെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് വീണ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് നൽകിയിരിക്കുകയാണ്. ഇതിനിടയിൽ വീണ ഹാജരായേക്കില്ല എന്ന ചില സൂചനകളുണ്ട്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുവരെ ഔദ്യോഗികമായി അത്തരം കാര്യങ്ങൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടില്ല. ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മതിയോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വീണയിൽ നിന്ന് ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയോ അതിന് മറുപടി നൽകിയതായി അറിയിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നാളെ ഹാജരാകേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ ആ സമൻസ് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭിച്ചിട്ടുണ്ട്, തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, നിർണായകമായ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്ത് വീണയിൽ നിന്ന് ലഭിക്കേണ്ട വിവരങ്ങൾ അത് പരമാവധി ശേഖരിച്ച് മാത്രമാണ് അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക. അവിടെ വീണ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെങ്കിൽ മറ്റു നിയമ നടപടിയിലേക്ക് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കേണ്ടി വരും. പ്രത്യേകിച്ച് SFIOയിൽ നിന്നുള്ള രേഖകൾ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും പ്രധാനമായും ചോദ്യം ചെയ്യൽ. മാത്രമല്ല വീണക്ക് തന്നെ കുറിക്കാവുന്ന നിരവധി രേഖകളും അവരുടെ തന്നെ മൊഴികളും, പ്രാഥമികമായ മൊഴികൾ, റെയ്ഡിനിടെ നൽകിയ മൊഴികളെല്ലാം തന്നെയുണ്ട്. SFIOയ്ക്ക് നൽകിയ മൊഴികളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ SFIOയോട് വീണ പറഞ്ഞത് ഒരു തരത്തിലുള്ള രേഖാപ്രകാരമുള്ള ആശയവിനിമയങ്ങളും തങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല, ഇമെയിൽ സന്ദേശങ്ങൾ നടന്നിട്ടില്ല, ഇതിനൊന്നും തന്നെ പ്രത്യേക കരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല. പകരം വാക്കാലുള്ള വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ പണം തനിക്ക് നൽകിയിരുന്നത്. 2,78,00,000 രൂപ തൻ്റെ കൈവശം എത്തിയത്, അതായത് എക്സാലോജിക്കിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും തൻ്റെ കൈവശം എത്തിയത് അത് വാക്കാലുള്ള ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്, സംസാരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഒരു തരത്തിലുള്ള
വീണയ്ക്ക് നിരത്താൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ അതിൽ നിന്നും വസ്തുത കണ്ടുപിടിക്കുന്നത് ED ആണ്. ED എത്തി എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം നാനാ ദിക്കിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ CPM അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു ദുസ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം തന്റെ മകൾക്ക് നേരിടേണ്ടി വരുമെന്ന് കരുതി കാണില്ല. പ്രത്യേകിച്ച് വീട് എന്ന് പറയുന്നത് പോലെ അച്ഛന് ഉറക്കമില്ല, ഒപ്പം തന്നെ പാർട്ടിക്കും ഉറക്കമില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു അച്ഛൻ മകളെ ഇങ്ങനെ സംരക്ഷിക്കാനായി നെട്ടോട്ടം ഓടുന്നതൊക്കെ മനസ്സിലാക്കാനല്ലേ, മനസ്സിലാക്കാം. പക്ഷേ ഒരു പാർട്ടി സംവിധാനം ഒന്നടങ്കം ഒരു കുടുംബത്തെ സംരക്ഷിച്ചു പോരാനായി നെട്ടോട്ടത്തിലാണ്. അതിനുവേണ്ടി പ്രവർത്തകർ വിയർപ്പൊഴുക്കുന്നു, അവർ അക്രമകാരികളായി മാറുന്ന ഒരു സാഹചര്യം, വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. ഒരു ചെറിയ കാര്യം നിർത്തിക്കോട്ടെ. അതായത് ഇപ്പോൾ പറയുന്നല്ലോ കുറേ ക്ഷമിക്കണം, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ചില അല്ലെങ്കിൽ പാർട്ടിയിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ച് അല്ലെങ്കിൽ നേതാക്കളുടെ വാക്ക് വിശ്വസിച്ച് നിരത്തിലിറങ്ങുന്ന കുറേ സഖാക്കളുണ്ട്. ആ സഖാക്കളിൽ കുറച്ച് ബോധമുള്ളവർ മനസ്സിലാക്കുക, അങ്ങനെ തന്നെ പറയാം. കാരണം അവർ അന്ധമായി വിശ്വസിക്കുകയാണ് അവരുടെ നേതാക്കളെ. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഈ ചാവേറുകളായി മാറുന്നത്. അതെ, അതിലൊരു തിരുത്തുണ്ട്. അതായത് കുറച്ച് സഖാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അയ്യോ ഇത് തങ്ങൾക്കുള്ളൊരു വലിയ പണിയായിരുന്നു. അപ്പോൾ പല കമ്മിറ്റികളിലും വലിയ രീതിയിൽ വിമർശനം വന്നിട്ടുണ്ട്. പിണറായിയുടെ മകൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയത് തെറ്റായി പോയി എന്ന് ചില സഖാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിഭാഗം അങ്ങ് തുറന്നടിച്ചു, വലിയ രീതിയിലാണ് തുറന്നടിച്ചിരിക്കുന്നത്. അങ്ങനെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിലെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി നാളെ അതായത് വീണ വിജയൻ അല്ലേ, വീണ തൈക്കണ്ടികൾ നാളെ എത്തുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ഒപ്പം തന്നെ ഈ CPM പ്രവർത്തകർ. കാരണം ഇനിയെങ്ങാനും നേതാവിന്റെ മകൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ള ആശങ്ക അവർക്കുമുണ്ട്. അവരും വലിയ തയ്യാറെടുപ്പിലായിരിക്കും, ഒപ്പം മീഡിയയും വലിയ തയ്യാറെടുപ്പിൽ തന്നെയാണ്. അതൊരു മുന്നറിയിപ്പായി നിങ്ങൾ ഓർത്തു വെച്ചോളൂ എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ കമന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സന്ദീപ് എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മൾ പാർട്ടി മാറിയോ ചുവന്ന പട്ടുകൊടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ. എന്താണ് സന്ദീപ് ഇങ്ങനെ വസ്ത്രത്തിലൊക്കെ നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? വളരെ നല്ല ഒരു നിറമല്ലേ? അല്ലെ, ചുവപ്പ് എത്ര മനോഹരമായ നിറമാണ്. എത്ര നല്ല ചുവന്ന പുഷ്പങ്ങളുണ്ട്, എത്ര നല്ല ചുവന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധ. അത് മാത്രമല്ല, നമ്മൾ ചുവപ്പ് എടുത്ത് നിന്നതുകൊണ്ടാണല്ലോ സന്ദീപിനും അങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നിയത്. ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കളറാണ് റെഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അപകടത്തിന്റെ നിറവും റെഡാണ്. അങ്ങനെ റെഡിന് ഒരുപാട് അതെ, വാലന്റൈൻസ് ഡേ റോസാപ്പൂവിന്റെ നിറമാണ്, പ്രണയത്തിന്റെ നിറമാണ്, അങ്ങനെ എല്ലാത്തിന്റെയും നിറമാണ്. അപ്പോൾ സന്ദീപ് അങ്ങനൊന്നും ചോദിക്കാൻ പാടില്ല കേട്ടോ. അപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് ഫിഫ വേൾഡ് കപ്പ് പ്രേമികളാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ടീമിന്റെ പേരൊക്കെ അങ്ങോട്ട് കമന്റ് ചെയ്താട്ടെ, നമുക്ക് വായിക്കാം. അപ്പോൾ പോർച്ചുഗൽ ഫാൻസ് ആരൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം.